മാർക്കോ അവരെന്താണോ പ്രോമിസ് ചെയ്തത് അത് എനിക്ക് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട വയലൻസ് ആണ്. വെറുതെ ഒരു വയലൻസ് പടം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു വയലൻസ് എടുത്ത പോലെ ഒന്നും തോന്നിയില്ല. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഊക്കായി. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി എനിക്കൊരു ബെറ്റർ അല്ലെങ്കിൽ ഒരു കിടിലൻ അനുഭവം സമ്മാനിച്ചത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഫ്ലാറ്റാണ്, വേറെ കാര്യമായിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കുറച്ച് ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയേണ്ടത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ എൻ്റെ സാറേ, വേറെ ഒരു ലെവൽ ഔട്ട്സ്റ്റാൻഡിങ് തന്നെ പറയണം. അത്രയും മികച്ച രീതിയിലാണ് ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്തതും അതിനെ നമ്മളിലേക്ക് എത്തിക്കുന്നതും. പടത്തിൻ്റെ സ്റ്റോറി ലൈനിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇതിൻ്റെ സ്റ്റോറി ഒന്നും പ്രതീക്ഷിച്ച് യാതൊരു കാരണവശാലും കയറരുത്. കാരണം ഒരു സിമ്പിൾ സ്റ്റോറി ലൈനെ ഈ ഒരു പാറ്റേണിലേക്ക് മേക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്: അനിയനെ കൊന്നതിന് പ്രതികാരം വീട്ടാൻ വരുന്ന മാർക്കോ, ഇത്രയേ ഉള്ളൂ സ്റ്റോറി. അപ്പോൾ അതിൽ ബാക്കിയുള്ള ഒരു സെറ്റപ്പും ബിൽഡപ്പും ആ ഒരു രീതിയിലാണ് ഈ ഒരു സംഭവം വരുന്നത്. അതായത് ഈ ഒരു കഥാപാത്രത്തിന് കൊടുക്കുന്ന ആ ഒരു ബിൽഡപ്പ് ആ ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് ഉള്ള മൂവി എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ അതിനോട് നീതി പാലിച്ചിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതിന് തൊട്ട് മുമ്പായിട്ട് കണ്ടിട്ടുള്ളത് കില്ലായിരുന്നു. കില്ല് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വയലൻസ് ഉള്ള മൂവിയായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഒരുപാട് ഫാർ ബെറ്റർ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ഈ വയലൻസ് എന്ന് പറഞ്ഞാൽ വെറും കീറി മുറിക്കുക എന്നുള്ളതല്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. വയലൻസ് മാത്രമല്ല, ഡിസ്റ്റർബിങ് ആക്കിയിട്ടുള്ള ഒരുപാട് സീൻസ് ഈ മാർക്കോ എന്ന് പറയുന്ന പടത്തിലുണ്ട്. അത് ഒരുപാട് സാധനങ്ങൾ എടുത്തു പറയുന്നില്ല, അത് അധികവും സ്പോയിലാവാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സിനിമയുടെ BGM വലിയൊരു നെടുന്തൂം തന്നെയായിരുന്നു. പക്ഷേ ചില ഏരിയാസിലൊക്കെ ഇങ്ങനെ ടിങ് 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 എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ചില ഏരിയാസിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു 80% ഏരിയാസിലും BGM നല്ല രീതിയിൽ തന്നെ പിടിച്ചിരുത്തുന്നുണ്ട്. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ പെർഫോമൻസ് ഓക്കെയാണ്, ആ ഒരു ലീഡ്, ആ ഒരു ഗെറ്റപ്പ്. പക്ഷേ മൊത്തത്തിൽ അങ്ങോട്ടേക്ക് ഒരു പവർ വരാത്തത് പോലെ ഉണ്ട്. എന്നാലും ഈ പടത്തിൻ്റെ കയ്യടിക്കേണ്ട ഏരിയയിൽ പുള്ളിക്ക് കയ്യടി കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി ഈ ഒരു മാസ് അപ്പീലിലേക്ക് വരാനുള്ളത് പോലെ തോന്നി. പക്ഷേ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു കംപ്ലീറ്റ്ലി ഒരു മാസ് പടമല്ല, ഇതൊരു ആക്ഷൻ പടമല്ല. ഇതിന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക, നിങ്ങൾ വയലൻസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന അത്തരം പാറ്റേൺ സിനിമകൾ, അതായത് ആ ഒരു വയലൻസിലൂടെ നമുക്ക് തൃപ്തി കിട്ടുക എന്ന് പറയുമല്ലോ, അത്തരത്തിലുള്ളൊരു ഓഡിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കോന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മാർക്കോ ആ ഒരു പാറ്റേൺ ആണ്. ഇതിലിപ്പോൾ ഒരുപാട് ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഫൈറ്റ് സീൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ വരുന്ന ആ ഒരു ഫൈറ്റ് സീന് നല്ല അടിപൊളിയായിരുന്നു. ചില ഫൈറ്റൊക്കെ ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കഴിഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ക്യാരക്ടർ പെർഫോമൻസ്, ജഗദീഷൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ചില ഏരിയാസിലൊക്കെ എനിക്ക് ചെറിയൊരു വീക്ക്നെസ് പോലെ അനുഭവപ്പെട്ടു. പക്ഷേ ബാക്കിയുള്ള ഏരിയയൊക്കെ പുള്ളി വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മാർക്കോനെ അല്ല നമ്മൾ പേടിക്കേണ്ടത്, അത് നിങ്ങൾക്ക് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ മാർക്കോ എങ്ങനെയാണോ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു വില്ലൻ സെറ്റപ്പിനെ നമുക്ക് കാണാൻ പറ്റും. മാർക്കോനേക്കാൾ ക്രൂരനായ, എന്തും ചെയ്യാൻ മടിക്കാത്ത അങ്ങനെയുള്ള ഒരു വില്ലൻ സെറ്റപ്പിനെ നമുക്ക് ആ ഒരു സിനിമയിൽ ത്രൂ ഔട്ട് കാണാൻ പറ്റും. അവർക്കൊരാവശ്യമുണ്ടെങ്കിൽ അത് ആരെ കൊന്നിട്ടാണ് നേടിയെടുക്കണം എന്നുള്ള ടൈപ്പ് ഓഫ് ടിപ്പിക്കൽ വില്ലൻ തന്നെയാണ്. പക്ഷേ ആ വില്ലൻ്റെ ചെയ്ത്താണ് ഇവിടെ ഒരു ബ്രൂട്ടാലിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സംഭവത്തിനെ കൂടുതൽ അടുപ്പിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി, പിന്നെ കളർ ഗ്രേഡിങ്, ഈ ഒരു ഏരിയ ഒക്കെ നിർബന്ധമായിട്ടും പറയണം. വല്ലാത്തൊരു ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ കരിവാരി തേക്കുക എന്നുള്ള പോലെ KGFൻ്റെ ഒരു ചെറിയൊരു പാറ്റേൺ ഇവിടെ പിടിച്ചതുപോലെ തോന്നി. എന്നാലും KGF അല്ല, ഒരു നോർമൽ മൂവിയും അല്ല, അതിൻ്റെ രണ്ടിൻ്റെ ഒരു മിഡിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു കളർ പാലറ്റും കാര്യങ്ങളുമാണ് പടത്തിന് വരുന്നത്. പിന്നെ എഡിറ്റിംഗ്, പിന്നെ കുറച്ച് ഇതിൽ ശ്രദ്ധിച്ച ഫൈറ്റ് സീൻസ് എന്ന് പറഞ്ഞാൽ ക്ലോസ് വെച്ചിട്ട് ഇതിലൊരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. ഒരു സ്റ്റെയർ കേസിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുക, അത്യാവശ്യം നല്ല ക്ലോസ് ആയിട്ടാണ് ഈ ഫൈറ്റ് സീൻ വരുന്നത്. അത് ഒരു വെറൈറ്റി ഫീലായിരുന്നു ഫീൽ ചെയ്തത്. സാധാരണ അറിയാമല്ലോ, ഒരു ഫൈറ്റ് സീക്വൻസ് വരുമ്പോൾ വൈഡ് ആംഗിളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും കൂടുതലും പ്ലേസ് ചെയ്യുക. അത് നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ വരുന്ന സിനിമാറ്റോഗ്രാഫി തന്നെ ഇതിലൊരു കൈയിൻ്റെ ഇങ്ങനെ മാർക്കോൻ്റെ ഇൻട്രോൻ്റെ അവിടെ ഒരു വാച്ചിൻ്റെ ഒരു ഷോട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വരുന്നൊരു സാധനമുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു ഷോട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് ലെവലിലേക്ക് വരുന്ന സമയത്ത് മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ നമ്മൾ പണ്ട് കാലം കണ്ടു മറന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ, അതായത് ആ സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരച്ഛനെ കൊന്നു, ഒരു എക്സാമ്പിൾ,
അപ്പോൾ അച്ഛനുമായിട്ട് സ്നേഹത്തിലുണ്ടാവുന്ന സങ്കർക്കങ്ങൾ, പിന്നെ അച്ഛൻ്റെ ഒപ്പം ഫുഡ് കഴിക്കുന്നത്, അച്ഛൻ്റെ ഒപ്പം തിരിഞ്ഞു മറിയുന്നത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഓൾഡ് ഫിലിം സ്കൂളിലുള്ള ഒരു ടൈപ്പ് സാധനമാണ്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഇതിൽ വല്ലാതെ കയറി വന്നു. പിന്നെ ഒരു അനാവശ്യമായിട്ടൊരു സോങ് ഇതിൽ കയറി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് എനിക്കൊരു അബോ ആവറേജും സെക്കൻഡ് ഹാഫ് എനിക്ക് കിടിലനായിട്ടും വൂക്കായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, എനിക്ക് ഇത് എല്ലാവർക്കും ഇത് വൂക്കാവും എന്നുള്ള കേസ് എനിക്കറിയില്ല. അത്യാവശ്യം ഇൻ്റർനാഷണൽ മൂവീസും പരിപാടികളൊക്കെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അവരാ ഒരു കൗതുകത്തിൽ ഇരുന്ന് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബാക്കിയുള്ളവരുടെ കേസ് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ അവരുടെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, ഇതൊക്കെ മനക്കെട്ടിയുള്ള ആരെങ്കിലും കാണുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അനിഫാദിനി എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ പേര് തിയേറ്ററിൽ എഴുതി കാണിച്ചപ്പോൾ എനിക്ക് വിചാരിച്ച പോലെ ഒരു കയ്യടിയോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റിയില്ല. എന്താ പറയുക, പക്കാ സൈലൻ്റായിട്ട് ആളുകൾ ഇറങ്ങി വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മലയാളി ഓഡിയൻസിന് എത്രത്തോളം ഇത് വൂക്കാവും, ഏത് രീതിയിലാണാവുക എന്നുള്ളത് അറിയില്ല. പിന്നെ നിങ്ങൾ ഇത്ര കാലമായിട്ടും ഹോളിവുഡ് ഫിലിംസിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, എന്താണ് മലയാളത്തിൽ ഇറങ്ങാത്തത്, മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മാർക്കോവിന് ടിക്കറ്റ് എടുക്കാം. അത് വേർത്താണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം വയലൻസ് ഉള്ള മൂവീസൊക്കെ ഞാൻ കാണുന്നതാണ്. അതിനോട് ഒരു വേവ് ലെങ്ത് ഉള്ളൊരു പടം തന്നെയാണ് മാർക്കോ. അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ട്, വയലൻസ് ആണ് അവർ ഉദ്ദേശിച്ചത്. ആ ഒരു വയലൻസ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരുടെ അഭിപ്രായം അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ നമ്മളൊരു മസ്റ്റ് വാച്ച് മൂവി സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ സീരീസ് തുടങ്ങുന്നുണ്ട്. മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സിനിമകൾ മാത്രം, നിങ്ങൾക്കറിയാലോ 8 ലക്ഷത്തോളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ച സിനിമകൾ മാത്രം പരിചയപ്പെടുത്തുന്ന ഒരു സീരീസാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യത്തിലും പിന്നെ പുതിയ മൂവി റിവ്യൂസിനോടൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.